ഉൽപാദനച്ചെലവ് കൂടിയതുകൊണ്ടും വിലയിടിവ് തുടരുന്നതിനാലും കനത്ത പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ നാളികേര കർഷകരും കടന്നു പോകുന്നത്. കേന്ദ്ര ബജറ്റിൽ താങ്ങുവില പ്രഖ്യാപിച്ച് തൊഴിൽ മേഖലയെ സംരക്ഷിക്കുമോ എന്നതാണ് കർഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നാളികേര മേഖലയിലെ കർഷകരുടെ പ്രതീക്ഷകളിലേക്കും നമ്മൾ ക്യാമറ ചലിപ്പിച്ചു. നിർബന്ധമായും നാളികേര കർഷകരെ സംരക്ഷിക്കണമെങ്കിൽ, അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ താങ്ങുവില വേണം. ഇപ്പോൾ കേരളത്തിൽ 34 രൂപയാണ് താങ്ങുവിലുള്ളൂ. അത് 40 രൂപ ആക്കിയെങ്കിൽ മാത്രമാണ് നാളികേര കർഷകനെ ഒരു പടിയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ നാളികേര കർഷകന് ലഭ്യമാകുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും ഇല്ലാതായിരിക്കുക. വലിയ രീതിയിലുള്ള വിലവർധന ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ രാസവളം മേടിക്കാൻ പോലും കർഷകന് കഴിയുന്നില്ല. രാസവളത്തിന് മുൻപ് സബ്സിഡി ലഭിച്ചിരുന്നു, ആ സബ്സിഡിയും ലഭിക്കുന്നില്ല. അപ്പോൾ നിർബന്ധമായും കേരളത്തിലെ നാളികേരെല്ലാം നാഫെഡിനെ കൊണ്ട് ശേഖരിച്ച് അത് സംഭരിക്കാനുള്ള നടപടി ഉണ്ടാകണം. അങ്ങനെ കർഷകർക്ക് 40 രൂപ താങ്ങുവില കൊടുക്കാനായിട്ട് കഴിയണം. മുൻപാണെങ്കിൽ കേരളത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഒരു സഹായം നാളികേര കർഷകർക്ക് ലഭ്യമായിരുന്നു. വളം ചെയ്യുമ്പോൾ തെങ്ങിൻ്റെ തടം തുറക്കാനായിട്ടുള്ള. ഇപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അത്തരത്തിലുള്ള വർക്കുകളെല്ലാം, പണികളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ നിർബന്ധപൂർവം കേന്ദ്ര ബഡ്ജറ്റിനകത്ത് നാളികേര കർഷകരെ സംരക്ഷിക്കാനായിട്ടുള്ള നിലപാട് ഉണ്ടാകണം എന്നുള്ളതാണ്. വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് കൂടി എത്തുമ്പോൾ നാളികേര കർഷകരും തികഞ്ഞ പ്രതീക്ഷയിലാണ്. വർദ്ധിച്ചു വരുന്ന ഉത്പാദന ചെലവും വിലയിടിവും കാരണം നാളികേര കൃഷി തന്നെ തൊഴിൽ മേഖലയിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നവർ നിരവധിയാണ്. താങ്ങുവില പ്രഖ്യാപിച്ച് തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്ന നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കണമെന്നതാണ് കർഷകർ ഉയർത്തുന്ന പ്രധാന ആവശ്യം. ഈ വരുന്ന ബജറ്റിൽ 40 രൂപ താങ്ങുവില പ്രഖ്യാപിക്കണമെന്നതാണ് കർഷകരുടെ പ്രധാന ആവശ്യം. അതോടൊപ്പം രാസവളത്തിന്റെ സബ്സിഡിയും ഉയർത്തണമെന്നതും കർഷകരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്.